നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശമാണ്. നിലമ്പൂരിൽ ആര് ജയിക്കും? UDF ജയിക്കുമോ? LDF ജയിക്കുമോ? BJP എത്ര വോട്ട് പിടിക്കും? എല്ലാറ്റിനും ഉപരി അൻവർ അവിടെ ഒരു നിർണായക ഘടകമാകുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്താണ് അങ്ങേക്ക് പറയാൻ? UDF മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന രീതിയുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അത്തരത്തിലുള്ളൊരു ഉറച്ച വിശ്വാസവുമുണ്ട്. അതിനോടൊപ്പം തന്നെ മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കുകയും വേണം. LDF മണ്ഡലം നിലനിർത്തുമെന്നുള്ളത് LDFന് ഈ അഭിമാന പോരാട്ടമാണല്ലോ. കാരണം അൻവറിന് ഒരു പകരം വീട്ടണം. അൻവർ CPMനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോയ ആളല്ലേ. അതെ. അപ്പോൾ തിരിച്ചൊരു കൊട്ട് കൊടുക്കണം. ഇനി LDFന് സീറ്റ് നിലനിർത്തുകയും വേണം. അതിലൂടെ തുടർഭരണം കേരളത്തിനുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ ഈ ബോധ്യപ്പെടുത്തലാണ് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം 2021 അവർക്ക് കിട്ടിയ 8595 വോട്ട് ഉയർത്തണം. ഓരോ പടി BJP എപ്പോഴും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മലബാർ മേഖല, അവിടെയും BJPക്കൊരു ഇടമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ അവിടെ ഉണ്ട്. അതെ, ക്രൈസ്തവ വോട്ടുകളും ഇപ്പോൾ BJPയിലേക്കാണ് എന്നും മറ്റു മണ്ഡലങ്ങളിലുള്ളവർക്ക് ബോധ്യപ്പെടുത്തണം. എങ്കിലേ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയും. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് CPMൻ്റെ വിജയമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അൻവർ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കണക്ക് കൂട്ടലൊരു 5000 വോട്ട് പിടിക്കും, അത്രയേ ഉള്ളൂ. അതിന് മുകളിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കിതൊരു വലിയ നേട്ടമായിരിക്കും. വെറും വിജയമാകരുത്. ഒരു 10-15,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, ഈ ചില ഇടങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കണക്ക് ഏതാണ്ടൊരു 25,000-നും 30,000-നും ഇടയിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറയുന്നു. ഷൗക്കത്തിന് ഉറപ്പിക്കാൻ പറ്റുമോ? ഈ UDF കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ അവരുടെ ഒരു ശുഭാപ്തി വിശ്വാസം, വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അവരെടുത്തിട്ടുള്ള ഒരു കണക്ക് വെച്ച് അവർക്കൊരു പ്രതീക്ഷ. പ്രിയങ്ക ഗാന്ധിക്ക് ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ 67,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി. പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം വലുതാണ്. അവരൊരു ക്രൗഡ് പുള്ളറാണ്. ആണല്ലോ. പിന്നെ പിണറായി വിജയനും അവിടെ ക്യാമ്പ് ചെയ്തു. ഇത് രണ്ടിടത്തും വലിയ ആവേശവും തിരക്കും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ പിണറായി വിജയൻ്റെ അവിടെ ഉണ്ടാക്കിയ ഒരു ആവേശവും തിരക്കും എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. അവരാളെ കൂട്ടം എടുക്കരാണ്. ആ മണ്ഡലത്തിന് പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ഇരുത്തിയിട്ടാണെങ്കിലും അവർ തിരുവനന്തപുരത്ത് നിന്ന് വേണമെങ്കിലും ആള് ചെല്ലോ, അവിടെ അറിയാമേ. അങ്ങനത്തെ അങ്ങനെ ഒരു നിലമ്പൂരിൽ നിന്ന് അങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. സ്വരാജിനോടൊപ്പം മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് മണ്ഡലത്തിനുള്ളിൽ, അതായത് മണ്ഡലത്തിലെ വോട്ടർമാർ സ്വരാജിനൊപ്പം കുറവാണ് എന്നൊരു ശ്രുതി കേട്ടിരുന്നു. അതല്ലേ പ്രശാന്ത്, ഈ ലോക്സഭയിലും ഒക്കെ നമ്മൾ കാണുന്നത്, നിയമസഭയിലൊക്കെ ഈ LDF മത്സരിക്കുമ്പോൾ, അതായത് CPMൻ്റെ CPIക്ക് കൊടുക്കുന്ന സീറ്റ് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് പിന്നെ മാണിക്ക് ഘടകകക്ഷികൾക്ക് വീതിച്ചു കൊടുക്കുമല്ലോ. അവിടെ നിന്നും CPMകാരുടെ പ്രവർത്തനം കാണാതെ ഇവരൊക്കെ എങ്ങോട്ട് പോകുമെന്നറിയാമോ? ഈ ചില പ്രസ്റ്റീജ് മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടേക്ക് അങ്ങ് പോകും. അവിടുത്തെ ഇപ്പം ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം CPIക്ക് കൊടുക്കുന്നത്. ഈ CPIയും CPMും ഈ മണ്ഡലം അങ്ങ് എഴുതി തള്ളിയിരിക്കുകയാണ്. കിട്ടത്തില്ല. കോൺഗ്രസിന് അല്ലെങ്കിൽ BJP വിജയത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ്. എന്നിട്ട് ഇവിടുത്തെ ഈ CPM പ്രവർത്തകരെല്ലാം എങ്ങോട്ട് പോകുമെന്നറിയാം? തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിൽ പോകും.
ഇത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ആറ്റിങ്ങൽ ഇപ്പോൾ ഈ 2024 ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ അവരുടെ ജില്ലാ സെക്രട്ടറിയാണ് ആണോ മത്സരിച്ചത്. ജോയി? അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇത് ശാന്ത ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല. ഞാൻ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ 10-45 വർഷമാണ് തിരുവനന്തപുരത്തായിട്ട്. അപ്പോൾ ഞാൻ നമ്മൾ കാണുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അന്ന് ആറ്റിങ്ങൽ മണ്ഡലമില്ല, ചിറയൻകീഴ് മണ്ഡലമായിരുന്നു. അന്ന് നമ്മുടെ വർക്കല രാധാകൃഷ്ണനാണ്. ഇവിടുത്തെ CPM-കാരെല്ലാം പോവും, ചിറയൻകീഴ് പോവും. നമ്മുടെ അണ്ണനെ വർക്കല രാധാകൃഷ്ണൻ അണ്ണനെന്നാണ് വിളിക്കുന്നത്. ആ അണ്ണനെ ജയിപ്പിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ വർക്കല രാധാകൃഷ്ണൻ പാർലമെന്റിൽ പോകണം. നല്ല മനുഷ്യനാണ്, നല്ല പാർലമെന്റേറിയൻ, മികച്ച പാർലമെന്റേറിയൻ, സ്പീക്കറായിരുന്നു, കഴിവ് തെളിയിച്ച ആളാണ്, നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഈ CPM-ന്റെ ഈ ചതിയാണ് സഹിക്കാൻ പറ്റാത്തത്. അവർ ഇത്തരത്തിൽ ഉള്ള ഏർപ്പാടുകൾ ചെയ്യും. ഇത് തന്നെയല്ലേ നമ്മൾ തൃശ്ശൂരിലും കണ്ടത്? അതെ, സുനിൽകുമാറാണ് അവിടെ CPI സ്ഥാനാർത്ഥി. അതെ, ഇവരെല്ലാം വടകരയിലും മറ്റു മണ്ഡലങ്ങളിലുമായിട്ട് അവർ തമ്പടിക്കുകയായിരുന്നു CPM. ഈ ഒരു രീതി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നുണ്ട്, ആള് വേണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നും പോകും. അതെ, അത്തരത്തിലുള്ള സംവിധാനം പാർട്ടിയിലുണ്ട്. അതെ, കോൺഗ്രസിലുള്ളവർ പോയി പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതെ. പക്ഷെ അത് അവരുടെ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് എല്ലാ പാർട്ടിയും. ജനം ഇതിൽ ആരെ കയ്യിലെടുക്കും, ആരെ കൈയൊഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് ചിട്ടയായ പ്രവർത്തനം അവിടെ കോൺഗ്രസ് നടത്തുകയാണ്. അതിന് കാരണം സാർ, അവിടെ മുസ്ലിം ലീഗ് മുമ്പിട്ട് നിൽക്കുക, അവരുടെ പ്രവർത്തനം. മുമ്പൊക്കെ മുസ്ലിം ലീഗ് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് സത്യത്തിൽ പുറകിലാണ്. മാത്രമല്ല ലീഗും ആര്യാടനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ല. അതെ, ആര്യാടൻ ഒരു മതേതര സ്വഭാവം. പക്ഷെ ഇപ്പോൾ ലീഗിന്റെ ആവശ്യമാണ് അവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കുക. അതെന്തുകൊണ്ട്? 2026 ഭരണത്തിൽ വരണം. അതെ, അത് മാത്രമല്ല, അങ്ങനെ വരണമെന്നുള്ളത് മാത്രമല്ല, ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ലീഗേ ജയിക്കുകയുള്ളൂ എന്നൊരു അങ്ങനൊരു ഉറപ്പ് ലീഗിന് വേണം. പിന്നെ പ്രശാന്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലീഗ് വലിയ ബഹളമൊന്നും നടത്തുന്നില്ല. ഇല്ല, അവർ ബഹളം, കുഞ്ഞാലിക്കുട്ടിയോ മുനീറോ അവര് അയ്യോ പിന്നെ ഇസ്രയേൽ കാണിക്കുന്ന തമ്മാടിത്തരമാണ് എന്നെങ്ങാണു അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ടോ? അവർ ഇസ്രയേലിനെ അപലപിക്കുന്നുണ്ട്. പക്ഷേ ഈ പിണറായി വിളിച്ചു പോകുന്ന പോലുള്ള ഒന്നുമില്ല. അതെ, അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഒരു പ്രധാനപ്പെട്ടൊരു ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ UDF ഒരുപടി മുന്നിലാണ് എന്നാണ് തോന്നുന്നത്. ഈ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, വിലക്കയറ്റം, അതൊക്കെ അവിടെ മണ്ഡലത്തിൽ, അവിടുത്തെ ഈ റോഡുകളുടെ തകർച്ച, അത്തരം വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചയാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു UDF കൂടുതലായിട്ട്, ഇവരാണ് LDF ആണ് കൂടുതലായിട്ട് ഈ ഇന്റർനാഷണൽ വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതെ, അത് ഈ ശ്രദ്ധ വീഴ്ച, സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനും, അതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടെന്നൊക്കെ പറഞ്ഞ് UDF-നെ വെട്ടിലാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തന്നെ അപകടകാരിയായ PDP-യെ തോളിക്കൈയിടുന്ന CPM-നെയാണ് അവിടെ കാണാൻ. പക്ഷേ UDF-നെ ഒന്ന് കശക്കാൻ നോക്കി അത്രയൊന്നും ഏശിയിട്ടുമില്ല. പിന്നെ VD സതീശൻ അവിടെ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്തു. രമേശ് ചെന്നിത്തലയാണ് അത്ര അങ്ങനെ ക്യാമ്പ് ചെയ്യത്തില്ല. രമേശ് ചെന്നിത്തല എല്ലാം സ്ഥാനാർത്ഥിയൊക്കെ തീർച്ചപ്പെടുത്തും, അവിടെ വേണ്ട പണവുമൊക്കെ എത്തിക്കും. വലിയ അധ്വാനവും വേർക്കാനും ചെന്നിത്തല പോകത്തില്ല. സതീശനതല്ല, സതീശൻ വിജയിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശി. സതീശന്റെ വിജയം കൂടിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. അതെ.